ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവ് ഒരുക്കിയ ഈ നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ ഏവർക്കും അറിയിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവസാനത്തെ 9 ദിവസങ്ങളാണ്. അതിൽ ക്രൂശീകരണ ദിവസമായ വെള്ളിയാഴ്ച ആ ദിവസത്തെക്കുറിച്ച് പഠിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ ആ ദിവസത്തെ 7 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. യേശു കോടതികളിൽ എന്നുള്ള കാര്യവും, യേശു പട്ടാള ക്യാമ്പിൽ എന്നുള്ള കാര്യവും, കാൽവറിയിലേക്കുള്ള വഴിയിൽ, കാൽവറിയിൽ അന്ധകാരത്തിൽ, ഇത്രയും കാര്യങ്ങൾ വിശദമായി പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. അന്ധകാരത്തിന് ശേഷം ഉണ്ടാകുന്ന 2 പ്രധാന സംഭവങ്ങൾ യേശുവിൻ്റെ അവസാന നിമിഷങ്ങളും യേശുവിൻ്റെ കല്ലറയിലെ അടക്കവുമാണ്. നമുക്ക് അത് ചിന്തിക്കുകയും അതിനുശേഷം ശനിയും ഞായറും കൂടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഈ സെക്ഷന് പൂർണ്ണവിരാമം കുറിക്കാമെന്ന് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ ദിവസത്തിലെ അവസാന നിമിഷങ്ങളിൽ നമുക്കൊന്ന് ചിന്തിക്കാം. അവിടെ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സംഭവം, ഈ 3 മണിക്കൂറത്തെ അന്ധകാരം കഴിഞ്ഞ് കഴിയുമ്പോൾ യേശു തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ നരകത്തിൻ്റെ യാതന അനുഭവിക്കുമ്പോൾ അവിടെ ദാഹം ഉണ്ടാകും എന്നുള്ളത് നരകമല്ല, നരകത്തിന് സാദൃശ്യമുള്ള, ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതാണ്. ഈ നരകത്തിലെ യാതനയുടെ ഒരു ചിത്രം നമ്മൾ ലാസറിൻ്റെയും ധനവാന്റെയും സംഭവത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഒരു ശകലം വെള്ളം ആ വിരലെങ്കിലും എന്ത് ചെയ്യണം, ഒന്ന് കൊണ്ടുവന്ന് എൻ്റെ നാവിനെ തൊടുവിക്കണം. അപ്പം അത്ര വലിയ യാതനയാണ് അവിടെ, അത്ര വലിയ ദാഹമാണ് അവിടെ ഉള്ളത്. നമ്മുടെ കർത്താവ് അതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കർത്താവ് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. അങ്ങനെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു പടയാളി എന്ത് ചെയ്തു, പുളിച്ച വീഞ്ഞ് യേശുവിന് കുടിക്കാനായിട്ട് കൊടുക്കുന്നു. അത് നമ്മൾ യോഹന്നാൻ 19:28 നമ്മൾ ആ കാര്യം വായിക്കുന്നത്. പിന്നീട് നമ്മൾ അവിടെ കാണുന്ന കാര്യം, യേശു എല്ലാം നിവൃത്തിയായി എന്ന് പറയുകയാണ്. അത് യോഹന്നാൻ തന്നെ 19:31 വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. യേശു എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞു. മൂന്നാമത്തെ സംഭവം, യേശു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാണനെ വിട്ടു. അത് നമ്മൾ വായിക്കുന്ന ലൂക്കോസ് വിശേഷം 23:46 വാക്യമാണ്. അതാണ്, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ക്രൂശിലെ അവസാനത്തെ മൊഴി. പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അതാണ് ക്രൂശിലെ അവസാനത്തെ മൊഴി. അങ്ങനെ സംഭവിക്കുമ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോൻ 2 ചീന്തിപ്പോയി. ഈ യെരൂശലേം ദേവാലയത്തിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഭാഗം പ്രാകാരം. അവിടെ ആർക്കും പ്രവേശനമുണ്ട്. ഈവൻ യഹൂദനല്ലാത്തവർക്കും എന്ത് ചെയ്യാം, പ്രാകാരത്തിൽ വരാം. പക്ഷെ യാഗങ്ങൾക്ക് അധികാരമില്ല. യാഗത്തിന് അധികാരം യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പ്രാകാരത്തിൽ എല്ലാവർക്കും പ്രവേശനമുണ്ട്. അതിന് തൊട്ടടുത്ത സ്ഥലമാണ് വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. ഈ വിശുദ്ധ സ്ഥലത്തേക്ക് പുരോഹിതന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ലേവ്യ കുടുംബത്തിലുള്ള അഹരോന്യ കുലത്തിലുള്ള പുരോഹിതന്മാർക്ക് മാത്രമേ എന്തുള്ളൂ, ഈ പരിശുദ്ധമായ അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം ഉള്ളൂ. ഈ വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധമായ സ്ഥലത്ത് നമ്മൾ വേർതിരിക്കുന്നതാണ് തിരശീല. അപ്പൊ ഈ തിരശീലയ്ക്കകത്തേക്ക് മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ പ്രവേശനമുണ്ട്. അത് ആദ്യം എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ പാപത്തിന് വേണ്ടി ഒരു യാഗം കഴിക്കണം. 2, ജനത്തിന്റെ പാപത്തിന് വേണ്ടി എന്ത് ചെയ്യണം, യാഗം കഴിക്കണം. ഈ യാഗം കഴിച്ച് ശുദ്ധീകരണം പ്രാപിച്ചു എന്ന് ബോധ്യമായ ശേഷം യാഗരക്തവുമായി ആണ്ടിലൊരിക്കൽ എന്ത് ചെയ്യുന്നു, ഈ അതിപരിശുദ്ധമായ സ്ഥലത്തേക്ക് പ്രവേശിച്ച് അവിടെയുള്ള നിയമപ്പെട്ടകം, അതിന് മുകളിലുള്ള കൃപാസനം, അതിന് മുകളിൽ രക്തത്തെ എന്ത് ചെയ്യുന്നു, തളിക്കുന്നു, തിരിച്ച് ഇറങ്ങി വരും. അപ്പം ഇത് കീറിയപ്പോൾ, ഇത് മേൽത്തൊട്ട് അടിയോളം 2 ചീന്തിപ്പോയപ്പോൾ അർത്ഥമാക്കിയ കാര്യം എന്താ, നമുക്ക് അവിടേക്ക് പ്രവേശനം സാധ്യമായി. അപ്പം തിരശ്ശീല 2 മേൽത്തൊട്ട് 2 ചീന്തി പോകുന്നു. ആ സമയത്ത് ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു,
അത് നമ്മൾ മത്തായി 27:51 വായിക്കുന്നുണ്ട്. ചില കല്ലറകൾ തുറന്നുവെന്നും മരിച്ചവർ ഉയർത്തുവെന്നും മത്തായി 27:52 മുതൽ 53 വരെ വായിക്കുന്നുണ്ട്. കല്ലറകൾ തുറന്നു, മരിച്ച വിശുദ്ധന്മാരിൽ ചില ആൾക്കാർ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. അതൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. അവർ പിന്നീട് മരിക്കുവാനിടയായി തീർന്നു. യേശുവിൻ്റെ ഈ മരണം കണ്ടിട്ട് ശതാധിപൻ പറയുകയാണ്, ഇവൻ സാക്ഷാലാണ് ആരാണ്? ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയുകയാണ്. 3 പ്രവചനം അന്ന് നിവൃത്തിയായിട്ടുണ്ട്. ഒന്നാമത്, യേശുവിന് കയ്പ് കൊടുക്കും എന്നുള്ള പ്രവചനം നിവൃത്തിയായി. അതോടെ വായിക്കുന്ന സങ്കീർത്തനങ്ങൾ 69:21 അവർ എനിക്ക് കയ്പ് കുടിക്കാനായിട്ട് തന്നു എന്ന് പറയുന്ന പ്രവചനം അന്ന് നിവൃത്തിയായി. രണ്ടാമത് നിവൃത്തിയായത്, യേശു തന്റെ ദൗത്യം നിവർത്തിക്കും എന്ന് യെശയ്യാവ് 53:10 യെശയ്യാവ് 53 പറയുന്നുണ്ട്, അവൻ തന്റെ ദൗത്യം നിവർത്തിക്കും. അപ്പൊ യേശു നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോ എന്തിനു വേണ്ടിയിട്ടാണോ യേശു വന്നത്, ആ കാര്യം നിവർത്തിയായി എന്ന് വ്യക്തം. യോഹന്നാൻ 1:21-22 വാക്യങ്ങളിലാണ് എന്തിനാണ് യേശു ലോകത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തിനാ വന്നേ? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുക കൊണ്ട്. അപ്പോൾ യേശു എന്തിനാ വന്നേ? രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് വന്നത്. യോഹന്നാൻ സ്നാപകൻ പറയുന്നത് എന്താ? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്ന് നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പൊ യേശു ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? പാപത്തെ ചുമന്ന് നീക്കാൻ വേണ്ടിയിട്ട് വന്നയാളാണ്. പാപത്തെ നീക്കാൻ വേണ്ടി വന്ന, പാപത്തെ മാറ്റാൻ വേണ്ടി, പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ രക്ഷിക്കാൻ വേണ്ടി വന്ന യേശു ക്രൂശിൽ കിടന്ന് പറയുകയാണ്, സകലതും നിവൃത്തിയായി. അപ്പൊ സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്തൊക്കെ പാപപരിഹാരത്തിന് വേണ്ടി ചെയ്യണമായിരുന്നോ അതെല്ലാം എന്ത് ചെയ്തു? അതെല്ലാം നിവൃത്തി ആയി. പിന്നെ യേശു കർത്താവ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം യേശു കർത്താവിൻ്റെ മരണമാണ്. ഈ മരണത്തെക്കുറിച്ച് സാധാരണ ആളുകൾ, അല്ലെങ്കിൽ ഈ ദൈവമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ പറയുന്നത് എല്ലാത്തിൻ്റെയും അവസാനമാണ് മരണം എന്നുള്ളതാണ്. ഈ റീസെൻ്റ്ലി ഒത്തിരി ഗ്രൂപ്പുകൾ ഇങ്ങനെ ദൈവമില്ല എന്ന് പറയുന്ന പ്രചരിപ്പിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് എസെൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുകാർ. എസെൻസ് എന്ന് പറയുന്നതാണ് അവരുടെ ഒരു പേര്, അവരിട്ടിരിക്കുന്ന പേരാണ്. അവര് എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ മിക്കവാറും സമയങ്ങളിലൊക്കെ ഈ കോളേജുകൾ ബേസ് ചെയ്ത് ഇങ്ങനെ സെമിനാറുകൾ സംഘടിപ്പിക്കും. സെമിനാർ സംഘടിപ്പിച്ചിട്ട് അവരവിടെ ഉദ്ദേശിക്കുന്ന കാര്യം കുറേ യൂത്തിനെ എന്ത് ചെയ്യണം? ദൈവമില്ല എന്ന വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടി അവര് ഈ എല്ലാ മതങ്ങളിലുമുള്ള ചില സത്യങ്ങളെ അല്ലെങ്കിൽ ചില ഉപദേശങ്ങൾ എന്ത് ചെയ്യും? അവരിങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് ഇതൊന്നും സത്യമല്ല എന്ന് തെളിയിക്കും. അപ്പൊ അവര് പറയുന്ന ഒന്നാണ്, യേശു ശരിക്കും ഇങ്ങനെയൊന്നും മരിച്ചിട്ട് ഇല്ല, 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും എന്നുള്ള അറിവ് യേശുവിനുണ്ടെങ്കിൽ അതെന്തല്ല? അതൊരു മരണം അല്ല. ശരിക്കും ഇവർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം, മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് എന്നുള്ള ഒരു ബോധ്യം ആർക്കില്ല? നിരീശ്വരവാദികൾക്ക് ഇല്ല. അവരത് അംഗീകരിക്കുന്നില്ല. മറ്റു മൃഗങ്ങളെ പോലെ തന്നെ ഒരു ശരീരവും ഒരു പ്രാണനും മാത്രമേ ആർക്കുള്ളൂ? മനുഷ്യനുമുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്താ? നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യന് ഒരു ശരീരമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവും ഉണ്ട്. ദേഹം, ദേഹി, ആത്മാവ്. ഈ 3 കാര്യങ്ങൾ ചേരുന്നവനാണ് മനുഷ്യൻ. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഈ ശാരീരികമായ പീഡകൾ സഹിച്ചതുകൊണ്ട് പ്രാണൻ പുറത്തേക്ക് പോയതല്ല. ഓക്കെ, ഇനി ആ ശരീരത്തിനകത്ത് നിലനിൽക്കുവാൻ കഴിയാത്തത് കൊണ്ട് പ്രാണൻ പോയതല്ല. യേശു മനഃപൂർവ്വമായി എന്ത് ചെയ്തതാണ്? തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, യേശു എന്ത് ചെയ്തു? മരണം ആസ്വദിച്ചു, മരണം അനുഭവിച്ചു, തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ച് കൊടുത്തു. അതായത് പിതാവിനോട് പറയാം, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുകയാണ്. യോഹന്നാൻ 10-ാം 17-18 വാക്യങ്ങളിൽ യേശു തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവനെ കൊടുക്കാനും അതിനെ എടുക്കാനും എനിക്ക് അനുവാദമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ആ ക്രൂശിലെ അവസാന നിമിഷങ്ങളിൽ യേശു മരണം ആസ്വദിക്കുകയായിരുന്നു, മരണം അനുഭവിക്കുകയായിരുന്നു. അല്ലാതെ യേശു മരിക്കാതിരുന്നിട്ടില്ല, അല്ലെങ്കിൽ ലോകക്കാർ പറയുന്നത് പോലെ 3 ദിവസത്തേക്ക് പ്രത്യേക ഒരു അവസ്ഥയിലായതല്ല. യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ അധികാരത്തിലേക്ക്, പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണ്. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും എന്ത് ചെയ്യും? ഉയർപ്പിക്കും. അപ്പോൾ പിതാവായ ദൈവമാണ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചത്. അത് നമുക്കൊരു തെളിവാണ്, നമുക്ക് ധൈര്യമാണ്. നമ്മെയും എന്ത് ചെയ്യും? ഈ മണ്ണിൽ നിന്ന് ഉയർപ്പിക്കും എന്നുള്ളത് ഒരു ധൈര്യമാണ്. അപ്പം അതാണ് പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മൾക്കുള്ള പ്രായോഗികമായ പാഠങ്ങൾ എന്ന് പറയുന്നത്, ഇനി രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ടില്ല. രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് ഇല്ല. കാരണം എന്താ? രക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പൂർത്തിയായി. രക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യം ചെയ്യണമായിരുന്നു അതെല്ലാം പൂർത്തിയായി. ഇനി മലകൾ കയറാൻ പോകണ്ട, നദി മുങ്ങാൻ പോകണ്ട, നന്മ പ്രവൃത്തികൾ ചെയ്യാൻ പോകണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആചാരമോ അനുഷ്ഠാനമോ അനുഷ്ഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു സകലതും ചെയ്തു കഴിഞ്ഞു. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളതാണ്, മറ്റെല്ലാ മതങ്ങളും ചെയ്യണം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റി മാത്രമാണ് ചെയ്തു എന്ന് പറയുന്നത്. ചെയ്യേണ്ടതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി മാത്രം ആണ്, അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗം മാത്രം ആണ്. ഇനി നമുക്കുള്ള ഒരു പാഠം എന്ന് പറയുന്നത്, മറ്റൊരു പ്രായോഗിക പാഠം എന്ന് പറയുന്നത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ നിവർത്തിക്കണം എന്നുള്ളതാണ്. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ഉത്തരവാദിത്വം പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ളതായിരുന്നു. നമ്മൾ കണ്ടു മത്തായി 1:21-22. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ യേശു എന്ത് ചെയ്തു? തൻ്റെ ഉത്തരവാദിത്വം നിവർത്തിച്ചു. അപ്പൊ നമ്മുടെക്കുള്ള പ്രായോഗിക പാഠം എന്താണ്? യേശു തൻ്റെ കർത്തവ്യം നിവർത്തിച്ചതുപോലെ ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പം നമുക്കും എന്തുണ്ട്? ഉത്തരവാദിത്തങ്ങളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നിവർത്തിക്കണം. ഈ റോമാലേഖനം 12-ാം അധ്യായത്തിൽ ആത്മീക വരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ ആത്മീക വരങ്ങൾ പറയുമ്പോൾ ആദ്യം പറയുന്ന കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം? ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ദൈവം നൽകിയ ആത്മീക വരങ്ങളെ സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചപ്പോൾ ദൈവത്തിന് ഒരു പർപ്പസ് നമ്മളെ കുറിച്ചുണ്ട്, ഒരു ഉദ്ദേശം നമ്മളെ കുറിച്ച് ഉണ്ട്. ആ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അത് നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യണം? അത് നിവർത്തിക്കുകയും ചെയ്യണം. നമുക്കുള്ള മൂന്നാമത്തെ പ്രായോഗിക പാഠം എന്ന് പറയുന്നത്, ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുക എന്നുള്ളത് ആണ്. നമ്മൾ വായിക്കുന്നത് എബ്രായ ലേഖനത്തിലാണ്. നമുക്കൊരു സ്വീകാര്യമുള്ളത് കൊണ്ട്, നമുക്ക് പ്രവേശനമുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ട് അടുത്ത് ചെല്ലണം. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു പ്രായോഗിക പാഠം, കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതാണ്. അതിന് നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 26-27 വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം 26-27 വാക്യം. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇനി ഒരിക്കൽ കൂടെ താൻ ഈ ഭൂമിയെ ഇളക്കും എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വാഗ്ദാനം ചെയ്തത്? എന്തിനു വേണ്ടി ഇളക്കുന്നത്? 27-ാം വാക്യം. അപ്പൊ ഇനി ഇളക്കുന്നത് ഇളക്കമില്ലാത്തത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇളക്കമില്ലാത്തത് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ളവർ എന്ത് ചെയ്യുകയാണ്? ഇനി ഒന്നുകൂടെ ഇളക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഈ പഴയ നിയമം പഠിക്കുമ്പോഴേ 10 കൽപ്പന കൊടുത്തപ്പോൾ എന്ത് ചെയ്തിരുന്നു? ആ സീനായി മല കുലുങ്ങിയിരുന്നു. സീനായി മലയുടെ മുകളിലേക്ക് ദൈവത്തിൻ്റെ ഈ ഷെക്കേന ഗ്ലോറി അതിങ്ങനെ ഇറങ്ങുകയും ജനമെല്ലാം താഴ്വിൽ നിന്നുകൊണ്ട് അത് കാണുകയും ചെയ്തു. ആ സമയത്ത് സീനായി മല കുലുങ്ങി. അത് ആ ഭാഗം മാത്രമാണ് കുലുങ്ങിയത്. എന്നിട്ട് ദൈവം നേരിട്ട് സംസാരിച്ചു അവരോട്. ഇങ്ങനെ നേരിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു, അയ്യോ, ഞങ്ങളോട് ഇനി എന്ത് ചെയ്യരുത്? നേരിട്ട് സംസാരിക്കരുത്, മോശ മുഖാന്തരം സംസാരിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഭൂമി കുലുങ്ങിയതായി പറയുന്ന ക്രിസ്തുവിന്റെ മരണസമയത്താണ്. ഓക്കെ, ക്രിസ്തുവിന്റെ മരണസമയത്ത് എന്ത് ചെയ്തു? ഭൂമി
കുലുങ്ങി. അപ്പൊ ഈ എബ്രായൻ പറയുകയാണ്, അവൻ ഒരിക്കൽ എന്ത് ചെയ്തു? ഭൂമിയെ ഇളക്കി. ഇളക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഇളകി പോകുന്നതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ യേശു കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് ഭൂമി കുലുങ്ങിയത്, ഭൂമി ഇളകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി ഇത് ഇളകി പോകും, ഇത് നശിക്കാൻ വേണ്ടിയുള്ളതാണ്, ഇത് തീരാൻ വേണ്ടിയുള്ളതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഇളക്കിയത്. എന്നിട്ട് പറയുകയാണ്, ഇനി ഒന്നുകൂടെ ഇളക്കും, ഒന്നുകൂടെ ഇളക്കും. അപ്പൊ ഒന്നുകൂടെ ഇളക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പുതിയതൊന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പുതിയ ഒന്ന് എങ്ങനെയുള്ളതാണ്? ഇളകാത്തത് ആണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വന്നു കഴിയുമ്പോൾ വിശ്വസിക്കുന്നവരെല്ലാം എന്ത് ചെയ്യും? എടുക്കപ്പെടും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ഉയർത്തെഴുന്നേറ്റവരോട് ഒരുമിച്ച് അവനെ എതിരേൽക്കേണ്ടതിന് മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മള് ഈ റാപ്ചർ അല്ലെങ്കിൽ ഉൾപ്രാവണം എന്നൊക്കെ പറയുന്നത് എതിരേൽക്കല. എന്തിനെ എതിരേൽക്കുന്നത്? നമ്മളിപ്പം നമ്മുടെ വീട്ടിലിരിക്കുകയാണ്, ഇരിക്കട്ടെ, നമുക്ക് അറിയാവുന്ന 1-2 പേർ വീട്ടിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് എതിരേറ്റ് ചെല്ലും, അല്ലെ? നമ്മൾ ആ വാതിക്കലേക്ക് ചെല്ലും. അതിനെ ചെല്ലുന്നത് അവരെ അകത്തോട്ട് വിളിക്കാൻ വേണ്ടി ചെല്ലുന്നത്, വെൽക്കം അല്ലെങ്കിൽ കടന്നു എന്ന് പറയാൻ വേണ്ടി ചെല്ലുന്നത്. നമ്മൾ പഴയ നിയമത്തിനകത്ത് ഒരു ഉദാഹരണം കാണുന്നുണ്ട്. അബ്രഹാം ഒരു ദിവസം ഇങ്ങനെ ഉച്ച കഴിഞ്ഞ സമയത്ത് മമ്രയുടെ തോപ്പിൽ കൂടാരത്തിന് വെളിയിലുള്ള മരത്തിന്റെ തണലിരിക്കുകയായിരുന്നു. വഴിയെ 3 പുരുഷന്മാർ നിൽക്കുന്നത് കണ്ടു. അബ്രഹാം ഓടിച്ചെന്നു, അവരെ എതിരേറ്റ് ചെന്നു, നിലം വരെ കുനിഞ്ഞു, കാലുകളെ കഴുകി, വരിക, ആ മരത്തണലിരിക്കാം, ആഹാരം ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. അപ്പം അബ്രഹാം എതിരേറ്റ് ചെന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ വീട്ടിലോട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളും എന്ത് ചെയ്യുകയാണ്? യേശുവിനെ എതിരേൽക്കുകയാണ്. എന്തിനെതിരേൽക്കുന്നത്? ഇങ്ങോട്ട് കൊണ്ടുവരാനാണ്. ആ വരവാണ് എന്ത്? മഹത്വ പ്രത്യക്ഷത. ഓക്കെ, നമ്മൾ എതിരേറ്റ് ചെല്ലുന്ന യേശുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിനിടയ്ക്ക് എല്ലാം ഈ ടൈമിന്റെ ഒരുപാട് ഗ്യാപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു 7 വർഷത്തിന്റെ ഒക്കെ വ്യത്യാസം അതിനകത്ത് ഉണ്ട്. ഒരു 7 വർഷം കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ വിശുദ്ധന്മാരെല്ലാവരും കർത്താവും കൂടെ ചേർന്ന് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഈ ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒലിവ് മലയിൽ യേശു കർത്താവിന്റെ കാലിങ്ങനെ പതിയും. കാലിങ്ങനെ പതിയുന്ന സമയത്ത് ആ പർവ്വതം 2ആയിട്ട് വിഭാഗിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരു സമഭൂമി ഉണ്ടാകും. ആ സമഭൂമിയെ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ സമഭൂമിയെ ഒരു ഭരണകേന്ദ്രമാക്കി മാറ്റിയിട്ട് 1000 വർഷം ഈ ലോകത്തെ യേശു കർത്താവ് ഭരിക്കും. അപ്പൊ ഇനി ഉണ്ടാകാൻ പോകുന്ന ഇളക്കം എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപ് എന്തുണ്ടാകും? ഒരിളക്കം ഉണ്ടാകും. ഒലിവുമല 2ആയിട്ട് വിഭാഗിക്കപ്പെടും. ഈ ഒലിവുമലയുടെ മുകളിൽ കെട്ടിടങ്ങളൊക്കെ പണിയാനായിട്ട് ഒരു കാലത്ത് ഈ ഹിൽട്ടൺ എന്ന് പറയുന്ന ഗ്രൂപ്പാണെന്ന് തോന്നുന്നു, അവരൊരു പ്ലാൻ നടത്തുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ജിയോളജിക്കൽ സ്റ്റഡി നടത്തിയപ്പോൾ ഇവിടെ കെട്ടിടം പണിയാനായിട്ട് സാധിക്കത്തില്ല. ഈ ഒലിവുമലയുടെ മുകളിൽ കെട്ടിടം പണിയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും വിഭാഗിക്കപ്പെട്ടു പോകാൻ, ഇളകി പോകാനായിട്ട് സാധ്യതയുള്ള ഒരു മണ്ണാണ്. അതുകൊണ്ട് കെട്ടിടം പണിയാനായിട്ട് അനുവാദം കിട്ടത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി. അവർ ആ ദൗത്യം ഉപേക്ഷിച്ചു. അപ്പൊ ഈ വാർത്ത ഇങ്ങനെ നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന സമയത്ത് നമ്മുടെ ഒരു പാട്ടുകാരൻ ഇങ്ങനെ എഴുതി, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ. ഒലിവുമല ഓൾറെഡി ഒരുങ്ങിയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ്, പ്രാണപ്രിയന്റെ പാദം ഏൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന നമ്മൾ എത്രയധികം ഒരുങ്ങണം. ഒരു കാര്യം ഞാനോട് ചേർത്ത് പറയാം. ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യേശു തൻ്റെ മഹത്വ പ്രത്യക്ഷം നടത്തുന്നത്. അല്ലെങ്കിൽ വിശുദ്ധന്മാരുമായി ഒലിവുമലയിലേക്ക് യേശു കർത്താവ് വരുന്നത് ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി രക്ഷിക്കാൻ വരണമെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ ഈ കുത്തിയവങ്കിലേക്ക് നോക്കും. സക്കറിയാ പറയുന്നുണ്ട്, കുത്തിയവങ്കിലേക്ക് നോക്കും. ഈ കുത്തിയവങ്കിലേക്ക് നോക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവര്
അവരിങ്ങനെ നിലവിളിക്കും, അയ്യോ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, യഥാർത്ഥ മശീഹ യേശുക്രിസ്തു ആയിരുന്നു, ഞങ്ങൾ ഇങ്ങനെ അത് മനസ്സിലാക്കാതിരുന്നു, ഞങ്ങളെ വിടുവിക്കാനായിട്ട് വേറെ ആരുമില്ല എന്ന് പറയുമ്പോൾ അവരെ വിടുവിക്കാൻ വേണ്ടി, രക്ഷിക്കാൻ വേണ്ടി യേശു കർത്താവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് യഹൂദന്മാരോട് എല്ലാവർക്കും ഒരു പരിധി വരെ, എല്ലാ രാജ്യങ്ങൾക്കും ഒരു പരിധി വരെ പ്രിയമായിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പല രാഷ്ട്രങ്ങളും യഹൂദന്മാർക്കെതിരാവുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന UN മീറ്റിങ്ങിൽ പോലും അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി, ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ പല രാജ്യങ്ങളും ഇറങ്ങിപ്പോയി, അവരുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി, പലരും കൂവി വിളിച്ചു, അദ്ദേഹത്തെ പ്രസംഗിക്കാനായിട്ട് അവസരം കൊടുക്കാതിരുന്നു, അല്ലെങ്കിൽ സമയം കൊടുക്കാതിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്, പല രാഷ്ട്രങ്ങളും യഹൂദന്മാർക്കെതിരാവുകയാണ്. ഒരു കാലത്ത് യഹൂദന്മാർക്ക് അനുകൂലമായി അവരുടെ സ്ഥലം വിട്ടുകൊടുക്കണം, അവർക്ക് ആലയം പണിയണം എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥലത്ത് ഇന്ന് രാഷ്ട്രങ്ങളൊക്കെ അവർക്കെതിരാവുകയാണ്. അപ്പൊ ഇവർക്ക് എല്ലാവരും എതിരാകുന്ന ഒരു കാലം വരും, യഹൂദന്മാർക്ക് എല്ലാവരും എതിരാകുന്ന ഒരു കാലം വരും. ഈ കറ്റയുടെ നടുവിൽ ഒരു തീപന്തം പോലെ, അല്ലെങ്കിൽ തീ പോലെ അവരെ ദൈവമാക്കും. എല്ലാവരും ഇവർക്കെതിരായിട്ട് മാറുന്ന സമയത്ത് ഇവർ പറയും, ഞങ്ങളെ വിടുവിക്കാൻ, രക്ഷിക്കാൻ മശിഹായെ അങ്ങ് വരണമേ, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, കുത്തിയവങ്കിലേക്ക് അവര് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ യേശു കർത്താവ് അവരെ വിടുവിക്കുവാൻ വേണ്ടി ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒലിവുമല രണ്ടായി വിഭാഗിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ അവൻ ഇളക്കി, ഇത് പൂർണ്ണമായി ഇളകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരിക്കൽ കൂടി അവൻ അത് ഇളക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും? പുതിയതൊന്ന് സ്ഥാപിക്കും. അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന കാലം ഏറ്റവും ആസന്നമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. അപ്പൊ യേശു കർത്താവ് നമ്മെ ചേർക്കുവാൻ ഏത് നിമിഷവും വരാം. ആ ഒരു ചിന്ത നമ്മെ ഓരോരുത്തരെയും ഭരിക്കുകയും നമ്മൾ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി എന്ത് ചെയ്യുകയും വേണം? കാത്തിരിക്കുകയും വേണം. അപ്പൊ അതാണ് നമുക്ക് ഈ അവസാന നിമിഷങ്ങളോട് പഠിക്കാനുള്ള പ്രായോഗികമായ പ്രധാനപ്പെട്ട ഒരു പാഠം. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. യേശു കല്ലറയിൽ എന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ്. യേശു കല്ലറയിൽ. സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണശേഷം യേശുവിനെ അടക്കം ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് ഇവിടെ ഉള്ളത്. പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കിയാൽ യേശുവിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളുടെ കാലുകൾ ഒടിച്ചതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം. ഒന്ന് വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 31-32 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 31-32 വാക്യം. രണ്ട് കള്ളന്മാർ, രണ്ട് അതിക്രമക്കാരെ എന്ത് ചെയ്തു? ക്രൂശിച്ചിരുന്നു. ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വെള്ളിയാഴ്ചയാണ് യേശു ക്രൂശിക്കപ്പെടുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയാകുമ്പോൾ യഹൂദന്റെ ശബത്ത് ആരംഭിക്കും. നമ്മുടെ വെള്ളിയാഴ്ച 6 മണിയാകുമ്പോൾ എന്ത് ചെയ്യും? യഹൂദന്റെ ശബത്ത്. യഹൂദൻ എപ്പോഴും ഈവനിങ് അവർക്ക് ദിവസം തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയാകുമ്പോൾ യഹൂദന്റെ ശനിയാഴ്ച 1-ാം മണി നേരം തുടങ്ങുകയാണ്. അപ്പം ഈ ശബത്തിന് മുൻപ് എന്ത് ചെയ്യണം? ശബത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ശരീരം ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ബോഡി എന്ത് ചെയ്യാൻ പാടില്ല? ക്രൂശി കിടക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിന് മുൻപ് ഈ ക്രൂശിക്കപ്പെട്ട വ്യക്തികൾ മരിക്കുകയും അവരെ അവിടെ നിന്ന് ഇറക്കി, അല്ലെങ്കിൽ ഇറക്കാതിരിക്കും, മരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവര് പോയിട്ട് പറഞ്ഞ് നാളെ ശബത്താണ്, അല്ലെങ്കിൽ ശബത്ത് വരാൻ പോവുകയാണ്, എന്ത് ചെയ്യണം? വരാം. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായപ്പോൾ, സാഹചര്യം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഈ ക്രൂശിക്കപ്പെട്ട 2 പേരുടെയും കാല് ഒടിച്ചു. ഈ കാലൊടിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെ ക്രൂശിങ്ങനെ തൂങ്ങി കിടക്കുകയാണല്ലോ. അപ്പൊ ഈ കാലിൽ ഊന്നി നിന്നിട്ടാണ് ശ്വാസം എടുക്കുന്നത്. കാലിൽ ഇങ്ങനെ ആണി വെച്ച് അടിച്ചിട്ടുണ്ടാവും, ഒരു 7 ഇഞ്ച് വലിപ്പമുള്ള ആണി വെച്ച് അടിച്ചിട്ടുണ്ടാവും. അപ്പൊ കാലിൽ ബലം കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ശ്വാസം എടുക്കുന്നത്. അപ്പൊ കാലിൽ ബലം കൊടുക്കുമ്പോൾ മുട്ടിന് ബലമില്ലെങ്കിൽ, മുട്ടൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാലിന് ബലം കൊടുക്കാൻ പറ്റത്തില്ല. കാലിന് ബലം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവര് ശ്വാസം എടുക്കാൻ കഴിയാതെ, ഓക്സിജൻ കിട്ടാതെ എന്ത് ചെയ്യും? ഇവര് മരിക്കും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ 36 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യൻ ക്രൂശിൽ കിടക്കാൻ പറ്റുന്ന പറയുന്നത്. ഒരു 36 മണിക്കൂറോളം വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്രൂശിൽ കിടന്ന്
കഷ്ടം അനുഭവിക്കുന്ന ആളുകളുണ്ട്, അന്നുണ്ടായിരുന്നു. പക്ഷെ കാലൊടിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല. എന്തായാലും തൂങ്ങിക്കിടന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ശ്വാസം എടുക്കാൻ, കയ്യിൽ ബലം കൊടുത്ത് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ശ്വാസം കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് എത്രയും പെട്ടെന്ന് ആൾക്കാർ മരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ രണ്ടുപേരുടെയും കാല് ഒടിച്ചു. യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ യേശു മരിച്ചു എന്ന് മനസ്സിലായി. യേശു മരിച്ചു എന്ന് മനസ്സിലായി. കാരണം ശതാധിപൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. ഈ സംഭവിച്ച എല്ലാ കാര്യത്തിനും ശതാധിപൻ സാക്ഷിയാണ്. അപ്പൊ യേശു അലറിക്കരയുന്നത്, നിവൃത്തിയായി എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത്, തൻ്റെ തോളിലേക്ക് തല ചായച്ച് മരിക്കുന്നത് എല്ലാം ആര് കണ്ടിട്ടുണ്ട്? ശതാധിപൻ കണ്ടിട്ടുണ്ട്. ഈ ശതാധിപൻ കണ്ടിട്ടുണ്ട്, 4 പ്രധാനപ്പെട്ട പടയാളികളും കണ്ടിട്ടുണ്ട്. ഈ ഒരു ശതാധിപന്റെ കീഴിൽ ഉള്ള പടയാളികൾ 4 പേരാണ് ഈ ക്രൂശീകരണത്തിന് നേതൃത്വം വഹിക്കുന്നത്. 4 പടയാളികളാണ്. അതുകൊണ്ടാണ് 4 പേർക്ക് വസ്ത്രം വിഭാഗിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 4 പേരും കാണുന്നുണ്ട്, ശതാധിപൻ കാണുന്നുണ്ട്. അപ്പൊ യേശുവിന്റെ കാലൊടിക്കാണ്ട് അവൻ മരിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ സംഭവം എന്താണ്? ഈ കൂടെ ക്രൂശിക്കപ്പെട്ട അതിക്രമക്കാരുടെ കാലുകൾ ഒടിച്ചത് ആണ്. രണ്ടാമത്തെ സംഭവം, യേശുവിന്റെ കാല് ഒടിച്ചില്ല എന്ന് മാത്രമല്ല, യേശുവിന്റെ മരണം ഉറപ്പിക്കാൻ വേണ്ടി വിലാപ്പുറത്ത് കുത്തി. അതിന് 34-35 വാക്യം, യോഹന്നാൻ 19-ന്റെ 34-35 വാക്യം. നോക്കിയേ, യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി. ഇത് യേശു കർത്താവ് മരിച്ച ശേഷമാണ് കുത്തിയത്. ഓക്കെ, അപ്പൊ എന്തിനാണ് വിലാപ്പുറത്ത് കുത്തി ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിന്റെ മരണത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യേശു മരിച്ചു എന്ന് മറ്റു 2 പേരെ കാലൊടിച്ച് എന്തിനാ? മരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ യേശുവിന്റെ കാലൊടിച്ചില്ല. കാരണം എന്ത് ചിന്തിച്ചു ഇവര്? യേശു മരിച്ചു എന്ന് ചിന്തിച്ചു. പക്ഷെ എന്ത് ചെയ്യണം? മരണം ഉറപ്പിക്കണം. എന്തായാലും പൾസ് പിടിച്ചു നോക്കാനൊന്നും പറ്റത്തില്ല. അതല്ല അവരുടെ രീതി. ഈ ക്രൂശിൽ കിടന്ന് ഇങ്ങനെ മരിക്കുമ്പോൾ, ആ കിടക്കുന്ന കിടപ്പിൽ അങ്ങനെ മരിച്ചാൽ ഈ നമ്മുടെ എന്ത് പറയാ, ഹാർട്ടിന്റെ ഒക്കെ സമീപത്തായിട്ട് വെള്ളം എന്ത് ചെയ്യും? വെള്ളം കെട്ടുണ്ടാവും, വെള്ളം കെട്ടും. അപ്പൊ കൃത്യമായ ആ ഭാഗത്ത് കുത്തുമ്പോൾ വെള്ളം വന്നാൽ അതിന്റെ അർത്ഥം ഹാർട്ടിന്റെ ചലനം നിലച്ചു, ഹാർട്ട് പ്രവർത്തിക്കുന്നില്ല. അവിടെ വെള്ളം കെട്ടുണ്ടായി, ഹാർട്ട് പ്രവർത്തിക്കുന്നില്ല, ആള് മരിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ മരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? വിലാപ്പുറത്ത് കുത്തിയത്. വെള്ളം കണ്ടു, അല്ലെങ്കിൽ വെള്ളം വന്നു. വെള്ളം വന്നപ്പോ യെസ് മരിച്ചു എന്ന് എന്ത് ചെയ്തു? ഉറപ്പ് ആക്കി. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നത്? വിലാപ്പുറത്ത് കുത്തിയത്. വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇവിടെ ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ പലപ്പോഴും അവസാന തുള്ളി രക്തം വരെയും യേശു കർത്താവ് ചീന്തി എന്നൊക്കെ പറയാറുണ്ട്. പറയുന്നതിനകത്ത് ശരിക്കും പറഞ്ഞ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ തെളിവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവൊന്നുമില്ല. ഓക്കെ, അതായത് അവസാനത്തുള്ള രക്തം വരെയും യേശു കർത്താവ് നൽകി എന്നുള്ളതിന് തെളിവുകളൊന്നും ബൈബിളിനകത്തില്ല. നമുക്ക് ആകെയുള്ള തെളിവ് ഏതാ? ഈ രക്തവും വെള്ളവും പുറപ്പെട്ടതാണ്. ഈ രക്തം വന്നതാണെങ്കിൽ തന്നെ അത് മരിച്ച ശേഷവുമാണ്. നിവൃത്തിയായി എന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്ത് വന്നത്? ഈ രക്തവും വന്നത്. അപ്പൊ പിന്നെ ആ രക്തം നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി കൗണ്ട് ചെയ്യപ്പെടേണ്ട കാര്യം പോലും ഇല്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നിവൃത്തിയായി എന്ന് പറഞ്ഞതിന് ശേഷം വന്ന രക്തം അതെന്റെ പാപത്തെ കഴുകിക്കളയാൻ വേണ്ടിയാണ് എന്ന് ക്ലെയിം ചെയ്യേണ്ട ആവശ്യം പോലും നമുക്ക് ഇല്ല. കാരണം അതിന് മുൻപ് തന്നെ ആ യാഗത്തിൽ ആര് പ്രസാദിച്ചിട്ടുണ്ട്? ദൈവം പ്രസാദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ അനുഭവം കൊണ്ട് പറയുന്നതാണ് എന്താ? അവസാന തുള്ളി വരെയും വന്നു. ഈ അവസാന തുള്ളി നോക്കാൻ വേണ്ടി അല്ല കുത്തിയത്, വെള്ളം നോക്കാൻ വേണ്ടിയാണ് കുത്തിയത്. കാരണം വെള്ളക്കെട്ട് ഹാർട്ടിന്റെ സമീപത്തായിട്ടുണ്ടാകും മരിച്ചു കഴിയുമ്പോൾ. അത് ഉറപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തത്? കുത്തിയത്. അല്ലാതെ അവസാന തുള്ളി വരാൻ വേണ്ടിയല്ല കുത്തിയത്. അവസാന തുള്ളി വന്നു എന്ന് നിങ്ങൾ വാദിച്ചാലും അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത്തരം ഒരു തെളിവ് ബൈബിളിനകത്തെങ്ങും ഇല്ല. ആകെയുള്ള തെളിവ് ഇതാ. ആകെയുള്ള തെളിവ് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ ആ വെള്ളം വന്നത് ഹാർട്ടിന്റെ സമീപത്ത് നിന്നാണ്. അത് മരിച്ചത് കൊണ്ടുണ്ടായ വെള്ളക്കെട്ടാണ്.
അതാണ് വന്നത്. അങ്ങനെയാണ് മരണത്തെ ഉറപ്പിച്ചത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഈ തിരുവഴുത്താറ്റിന് സ്വതം ചെയ്യുന്ന സമയത്താണ് ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് ഈ ഉറപ്പില്ലാത്ത, തെളിവില്ലാത്ത പ്രയോഗങ്ങൾ എപ്പോഴും നടത്താതിരിക്കുന്നതാണ് ഉചിതം. ബൈബിളിനകത്തുള്ള, ബൈബിൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് എപ്പോഴും നല്ലത്. ഈ പറഞ്ഞു പോയത് കൊണ്ട് തെറ്റെന്നാണ് പറയുന്നത്, തെറ്റെന്നല്ല പറയുന്നത്. പക്ഷെ എപ്പോഴും ഉചിതമായ കാര്യം ബൈബിളിനകത്തുള്ളതും ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നതും കൃത്യമായ കാര്യങ്ങളും പറയുന്നതാണ് എപ്പോഴും ഉചിതം. അതാണ് തിയോളജിക്കൽ, ദൈവശാസ്ത്രപരമായും എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്തായാലും അവസാന തുള്ളി വരെയും വന്നു എന്ന തെളിവുകളില്ല. നമ്മൾ ആകെ പറയുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇവിടുത്തെ സംഭവം മരണത്തെ ഉറപ്പിച്ചതാണ്, മരിച്ചു എന്ന് ഉറപ്പിച്ചതാണ്. അങ്ങനെയാണ് രക്തവും വെള്ളവും പുറപ്പെട്ടത്. ഓക്കെ, അപ്പം രക്തവും വെള്ളവും പുറപ്പെട്ടു, യേശുവിന്റെ മരണം ഉറപ്പിച്ചു. അതിനുശേഷം സംഭവിക്കുന്ന കാര്യം, അരിമത്തിയിലെ യോസഫ് എന്ന് പറയുന്ന മന്ത്രി യേശുവിന്റെ ശരീരം അടക്കം ചെയ്യുവാനുള്ള അനുവാദം പീലാത്തോസിനോട് ചോദിക്കുകയാണ്. മത്തായി സുവിശേഷം 27-ാം അധ്യായം 57 മുതൽ 58 വരെ. മത്തായി സുവിശേഷം 27-ാം അധ്യായം 57 മുതൽ 58 വരെ. അപ്പൊ പീലാത്തോസിനോട് പോയി ചോദിക്കുകയാണ്, യേശു നിന്റെ ശരീരം എന്ത് ചെയ്യണം, എനിക്ക് ഇങ്ങനെ അടക്കാനായിട്ട് അനുവാദം തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം മന്ത്രിയാണ്. ഇദ്ദേഹം ഒരു രഹസ്യ ശിഷ്യനാകാനാണ് സാധ്യത അന്ന് വരെ. പക്ഷെ യേശു മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അടക്കാനുള്ള അനുവാദം ചോദിച്ചു. അടുത്ത നാലാമത്തെ കാര്യം, നിക്കോദിമോസ് യേശുവിനെ അടക്കാനായിട്ട് സഹായവുമായി വന്നു. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 39-ാം വാക്യം. യോഹന്നാൻ 19:39. നിക്കോദിമോസ് യേശുവിനെ അടക്കാൻ സഹായവുമായിട്ട് വന്നു. അപ്പൊ ഈ നിക്കോദിമോസിനെ കുറിച്ചുള്ള ആദ്യത്തെ വെളിപ്പെടുത്തൽ എന്താണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രയോഗം, ഈ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ അടുക്കൽ രാത്രിയിൽ വരുന്ന ഒരു ശാസ്ത്രിയാണ് നിക്കോദിമോസ്. അദ്ദേഹം പറയുന്നുണ്ട്, നീ ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും, പ്രവാചകനാവുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ഒക്കെ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ യേശു പറയുന്നുണ്ട്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കത്ത് ഇല്ല. അപ്പൊ അതിനുള്ള മാർഗം നമുക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് വീണ്ടും ജനിക്കുക എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ നിക്കോദിമോസിനെ കാണുന്ന എവിടെയാണ്, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോഴാണ്. അപ്പൊ അവിടെ ഈ നിക്കോദിമോസിനോട് യേശു കർത്താവ് പറഞ്ഞിരുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണ്. അപ്പൊ മോശ മരുഭൂമിയിൽ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തിയിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഇസ്രായേൽ ജനം ദൈവത്തോടും മോശയ്ക്കുമെതിരെ പിറുപിറുക്കുകയും മത്സരിക്കുകയും ചെയ്തപ്പോൾ അവരെ അഗ്നിസർപ്പങ്ങൾ കടിച്ചു. അത് കടിക്കുന്ന എല്ലാവരും മരിച്ചു. അപ്പൊ ജനം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങൾ രക്ഷിക്കണം. അപ്പൊ ദൈവം മോശയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടി മരത്തിന്മേൽ തൂക്കണം. ആരെങ്കിലും ഈ പിച്ചള സർപ്പത്തൊക്കെ എന്ത് ചെയ്യും, രക്ഷ പ്രാപിക്കും. അങ്ങനെ അനേകരും രക്ഷ പ്രാപിച്ചു. അപ്പൊ മോശ ഇസ്രായേൽ ജനത്തിന്റെ മോചനത്തിന്, വിടുതലിന് വേണ്ടി ഒരു സർപ്പത്തെ കൊടിമരത്തിന്മേൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് യേശു പറഞ്ഞ കാര്യം യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ ആർക്ക് ബോധ്യമായി, നിക്കോദിമോസിന് ബോധ്യമായി. അദ്ദേഹം ശരിക്കും മനസ്സിലാക്കി, മാനവജാതിയുടെ, മനുഷ്യന്റെ അല്ലെങ്കിൽ എൻ്റെ പാപത്തിന്റെ പരിഹാരമായിട്ടാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രൂശിൽ മരിച്ചത്. അത് മനസ്സിലായപ്പോൾ അദ്ദേഹം യേശുവിന് നല്ല ഒരടക്കം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം ഈ 100 റാത്തൽ 50 കിലോയിലധികം തൂക്കം വരുന്ന ഇതുമായിട്ട്, സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് വരികയാണ്. അങ്ങനെ വന്ന് എന്ത് ചെയ്യുന്നു, യേശുവിനെ അടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. 40-ാമത്തെ വാക്യം, യോഹന്നാൻ 19:40 വാക്യം. ഇപ്പൊ യഹൂദ മര്യാദ പ്രകാരം യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശി ശീല കൊണ്ട് പൊതിഞ്ഞു. ഇനി മത്തായി 27:59-60. മത്തായി 27:59-60. ഓക്കെ, അപ്പം 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു പുതിയ കല്ലറ എന്ത് ചെയ്തു, യേശുവിന്റെ ശരീരം വെച്ചു. ആ കല്ലറയുടെ വാതിൽ ഒരു വലിയ കല്ല് ഉരുട്ടി നീക്കി എന്ത് ചെയ്തു, അടച്ചു വെക്കുകയും ചെയ്തു. ഈ യേശുവിനെ അടക്കുന്ന കാര്യം യഹൂദ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, നോക്കിക്കൊണ്ട്
അപ്പം യഹൂദ മര്യാദ പ്രകാരം ശരീരത്തിൽ സുഗന്ധവർഗം പൂശി ശീല കൊണ്ട് പൊതിഞ്ഞു പുതിയ ഒരു കല്ലറയിൽ യേശുവിന്റെ ശരീരം വെച്ചു. അത് യോസേഫ് തനിക്ക് വേണ്ടി തന്നെ കൊത്തിയ ഒരു കല്ലറയായിരുന്നു. അതിലെന്ത് ചെയ്തു? യേശുവിന്റെ ശരീരം വെച്ചു. വലിയ ഒരു കല്ലുരുട്ടി നീക്കി കല്ലറയുടെ വാതിലടച്ചു. യേശുവിന്റെ അടക്കം സ്ത്രീകൾ എന്ത് ചെയ്തു? നോക്കിക്കൊണ്ട്. ഇതാണ് യേശു കല്ലറയിൽ നിന്നുള്ള ഹെഡിങ്ങിനകത്ത് നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അന്ന് നിവൃത്തിയായ പ്രവചനങ്ങളുണ്ട്. 3 പ്രവചനങ്ങളാണ് അന്ന് നിവൃത്തിയായത്. ഒന്നാമത്തേത് സങ്കീർത്തനങ്ങൾ 34-ന്റെ 20-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 34-ന്റെ 20-ാമത്തെ വാക്യം അന്ന് നിവൃത്തിയായ ഒരു പ്രവചനമാണ്. അവന്റെ അസ്ഥികൾ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോവുക ഇല്ല. ഈ 34 ഒരു മശിഹ സങ്കീർത്തനമാണെന്ന് പറഞ്ഞാൽ മശിഹയെ കുറിച്ച് പറയുന്ന സങ്കീർത്തനമാണ്. അപ്പൊ അതിനകത്തൊരു പ്രവചനമാണ് അവന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞ് പോകത്തില്ല. അപ്പൊ യേശു ഇത്ര ക്രൂരമായ പീഡകളിലൂടെ കടന്നു പോകുമ്പോഴും എന്ത് ചെയ്തിരുന്നില്ല? അസ്ഥികളൊന്നും ഒടിഞ്ഞു പോയിട്ട് ഇല്ല. പക്ഷെ അസ്ഥികൾ ബന്ധം വിട്ടിരുന്നു. നമ്മളവിടെ വായിക്കുന്നേ 22 വായിക്കുന്നുണ്ട്. അവന്റെ അസ്ഥികളൊക്കെ, എൻ്റെ അസ്ഥികളൊക്കെയും ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെ ഉരുകുന്നത് വായിക്കും. അപ്പൊ അസ്ഥികൾ ബന്ധം വിട്ടു, ആ വേദന അനുഭവിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? അസ്ഥികളൊന്നും ഒടിഞ്ഞിട്ട് ഇല്ല. അപ്പം ഒരു മനുഷ്യ ശരീരത്തിലെ അസ്ഥികളാണ് അവന്റെ ആരോഗ്യത്തിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന അസ്ഥികളാണ്. ആ അസ്ഥികൾ ഒന്നും ഒടിയാനായിട്ട് എന്ത് ചെയ്തില്ല? ദൈവം അനുവദിച്ചു. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ക്രൂശിലെ ആ ഒരു പീഡകളിലും പിതാവായ ദൈവത്തിന്റെ ഒരു കരുതലും സംരക്ഷണവും ഉണ്ടായിരുന്നു. ഇപ്പം യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന സംഭവം മുതൽ ഈ പടയാളി യേശുവിനെ കുത്തുന്നത് വരെ യേശു പാപികളുടെ കയ്യിലാണ്. അവർ യേശുവിനെ ക്രൂരമായി ഉപദ്രവിക്കുന്നുണ്ട്, ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്, അവരാൽ കൊണ്ട് കഴിയുന്ന എല്ലാവിധമായ പീഡകളും ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഒരു അസ്ഥി പോലും ഒടിയാതെ ആര് സൂക്ഷിക്കുകയാണ്? യേശു കർത്താവ് സൂക്ഷിക്കുക. ഈ മരണം കൂടെ ഉറപ്പിച്ച ശേഷം പിന്നെ ഒരു പാപി പോലും എന്ത് ചെയ്യുന്നില്ല? യേശുവിനെ തൊടുന്നില്ല. പിന്നെ നീതിമഹായ യോസേഫ് എന്ത് ചെയ്യുന്നത്? ഭക്തനായ മനുഷ്യനാണ്. അദ്ദേഹം വന്ന് എന്ത് ചെയ്യുന്നത്? യേശുവിന്റെ ശരീരം എടുക്കുന്നത്. നിക്കോദിമോസ് ഭക്തനാണ്, യേശുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹം വന്ന് എന്ത് ചെയ്യുന്നത്? യേശുവിന്റെ ശരീരം അടക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ ഏൽപ്പിക്കപ്പെട്ട മണിക്കൂറുകളിലും പാപികളുടെ കയ്യിലാണ് ഏൽപ്പിക്കപ്പെട്ടതെങ്കിലും അവിടെയും എന്തുണ്ടായിരുന്നു? പിതാവായ ദൈവത്തിന്റെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു. യേശുവിന്റെ അസ്ഥികൾ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഒരെണ്ണം പോലും ഒടിഞ്ഞു പോയിട്ട് ഇല്ല. അപ്പൊ ആ പ്രവചനം അന്ന് നിവൃത്തിയായി. പ്രത്യേകിച്ച് കാലൊടിക്കപ്പെടേണ്ടതാണ്, പക്ഷെ കാലൊടിക്കാൻ വരുന്നതിന് മുൻപേ യേശു മരിച്ചു എന്നവർക്ക് ബോധ്യപ്പെട്ടു. എന്നാലും വിലാപ്പുറത്ത് കുത്തി മരണത്തെ ഉറപ്പിച്ചു. കാല് ഒടിക്കാതെ ഇരുന്നു, അസ്ഥികളൊന്നും ഒടിഞ്ഞില്ല. അതാണ് നിവൃത്തിയായ ഒരു പ്രവചനം. രണ്ടാമത്തെ പ്രവചനം സെക്കരിയാവിന്റെ പ്രവചനം. സെക്കരിയ പ്രവചനം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. സെക്കരിയ പ്രവചനം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും. അപ്പൊ യേശുവിനെ കുത്തി മുറിവേൽപ്പിക്കും, അല്ലെങ്കിൽ കുത്തി തുളയ്ക്കപ്പെടും എന്നുള്ള കാര്യം പ്രവചിക്കപ്പെട്ടിരുന്നു. ആ പ്രവചനവും അന്ന് നിവൃത്തിയായി. പടയാളികൾ ഒരുത്തൻ വന്ന് ഒരു വലിയ എന്താ പറയുക വിലാപ്പുറത്തേക്ക് ഇങ്ങനെ കുന്തം കുത്തി ഇറക്കുമ്പോൾ ഈ പ്രവചനം അവിടെ നിവൃത്തിയാവുകയാണ്. മൂന്നാം നിവൃത്തിയായ പ്രവചനം യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 9-ാമത്തെ വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവൻ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെ. അപ്പൊ സമ്പന്നന്മാരോട് കൂടെയുള്ള ഒരു അടക്കം യേശു കർത്താവിനെ കുറിച്ച് പ്രവചനത്തിലുണ്ടായിരുന്നു. സമ്പന്നന്മാരോട് കൂടെയുള്ള ഒരു അടക്കത്തെ കുറിച്ച് യെശയ്യാവ് 53-ന്റെ 9-ൽ പണ്ടേ പ്രവചിച്ചിരുന്നു. ഇവിടെ നോക്കുക, യേശുവിനെ അടക്കാൻ വേണ്ടി വരുന്നയാള് മന്ത്രിയാണ്. ഓക്കെ, അപ്പം സമ്പന്നനാണ്. തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു കല്ലറയാണ്. ഇനി യേശുവിനെ പൊതിഞ്ഞ ശീല, അത് യഹൂദന്മാരുടെ മര്യാദ പ്രകാരമുള്ള ശീലയാണ്. ഞാൻ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, യേശു ജനിച്ചപ്പോഴും യേശു എന്തിരുന്നു? ശീലകൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു. ആ ശീലം എന്ത് ശീലയായിരുന്നു? മരണശീലയായിരുന്നു. കാരണം യഹൂദന്മാർ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ശീലകൾ ഇങ്ങനെ കൊണ്ടു നടക്കും, മരണശീല കൊണ്ടു നടക്കും. അപ്പൊ ഈ മരണശീല
കൊണ്ടു നടക്കുകയും യേശു എൻ്റെ അമ്മയായ മറിയയ്ക്ക് ബേത്ലഹേമിൽ വെച്ച് പ്രസവവേദന വരികയും മറ്റൊരുക്കങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുള്ള ശീല എന്ത് ചെയ്തു? അവരെടുത്ത് യേശുവിനെ പൊതിഞ്ഞു. യേശുവിനെ പൊതിഞ്ഞിട്ട് അടയാളമായിട്ട് ഈ ആട്ടിയന്മാർ പറയുന്നുണ്ട്, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് യേശുവിനെ കാണാനായിട്ട്, പശുത്തൊട്ടിൽ യേശുവിനെ കാണാനായിട്ട് പറ്റും. അപ്പം യേശു ജനിച്ച സമയത്തും എന്ത് ചുറ്റിയിരുന്നു? ശീലകൾ ചുറ്റിയിരുന്നു. അത് മരണശീല ആയിരുന്നു. ഈ ജോർജ് വിഷയങ്ങൾ അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിളല്ല, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മരണശീലയിൽ പൊതിയപ്പെട്ട യേശു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജനനസമയത്തും മരണസമയത്തും യേശു കർത്താവ് പൊതിയപ്പെട്ടത് യഹൂദന്മാരുടെ മരണശീലയിലാണ്. അപ്പൊ അത് ഒരു റിച്ചസിനെ കാണിക്കുകയാണ്. ഓക്കെ. പിന്നീട് ഈ നിക്കോദിമോസ് കൊണ്ടുവരുന്ന സുഗന്ധ വർഗങ്ങൾ, 50 കിലോയിലധികം ഭാരമുള്ള സുഗന്ധ വർഗവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിക്കോദിമോസ് വരുന്നത്. അദ്ദേഹം ഒരു ശാസ്ത്രിയാണ്, ധനികനാണ്. ഈ ധനികനായതുകൊണ്ട് തന്നെ സുലഭമായി ഒരു പക്ഷേ വാങ്ങുവാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ അദ്ദേഹം ഏറ്റവും വില കൂടിയ സുഗന്ധ വർഗവുമായി, അതും 50 കിലോയോളം 50 കിലോ തൂക്കം വരുന്ന ആ സുഗന്ധ വർഗവുമായിട്ട് വന്നാണ് യേശുവിനെ എന്ത് ചെയ്തത്? അടക്കിയത്. അപ്പൊ അടക്കം സമ്പന്നന്മാരുടെ കൂടെയാകും എന്ന പ്രവചനം എന്ത് ചെയ്തു? അവിടെ നിവൃത്തിയായി. യഹൂദന്മാരുടെ മര്യാദ പ്രകാരമുള്ള ശീല, മരണശീല യേശുവിന് കിട്ടി. സുഗന്ധവർഗം യേശുവിന് കിട്ടി. ഒരു പുതിയ കല്ലറ യേശുവിന് കിട്ടി. അടക്കിയത് സമ്പന്നന്മാരായ ആളുകളുമാണ്. അന്നത്തെ മന്ത്രിയാണ് യോസേഫ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ശാസ്ത്രിയാണ്, സമ്പന്നനാണ്. 2 സമ്പന്നന്മാർ ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? യേശുവിനെ അടക്കുന്നത്. അപ്പം സമ്പന്നന്മാരോടുകൂടെ ആയിരിക്കും എന്ന പ്രവചനവും എന്ത് ചെയ്തു? അടക്കത്തിൽ നിവൃത്തിയായിട്ട് ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ദൈവശാസ്ത്രപരമായ കാര്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ മരണത്തിൻ്റെ ഉറപ്പാണ്. യേശു മരിച്ചു എന്ന് അന്നത്തെ സംവിധാനം അനുസരിച്ച്, അല്ലെങ്കിൽ അന്നത്തെ രീതി അനുസരിച്ച് മരണത്തെ ഉറപ്പിച്ചിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിലാപ്പുറത്ത് കുത്തി യേശു ക്രൂശിൽ കിടന്ന് തന്നെ മരിച്ചു എന്ന് എന്ത് ചെയ്തിരുന്നു? ഉറപ്പ് വരുത്തിയിരുന്നു. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്? അസ്ഥികൾ ഒടിക്കാതിരുന്നു. കാൽമുട്ട് ഒടിക്കാതെ യേശുവിൻ്റെ മരണത്തിൻ്റെ ഉറപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം ഈ തിരുവെഴുത്തിൻ്റെ വിശ്വാസ്യതയാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 3 പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ, അതായത് യേശു കർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 പ്രധാനപ്പെട്ട പ്രവചനം എന്ത് ചെയ്തു? അന്ന് നിവൃത്തിയാകുവാനിടയായിരുന്നു. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പറയപ്പെട്ടതാണ്. സെക്കരിയാവും മെശിയാവും ഒക്കെ, അത് സങ്കീർത്തനം ദാവീദ് രാജാവ് പറയുന്നതൊക്കെ വർഷങ്ങൾക്ക് മുൻപാണ്. ഈ വർഷങ്ങൾക്ക് മുൻപ് പറയപ്പെട്ട പ്രവചനങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തു? നിവൃത്തിയായി. വചനത്തിന്റെ വിശ്വാസ്യതയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് വെളിപ്പെടുന്നത്. വചനം എത്രമാത്രം ആത്മാർത്ഥമായി നമ്മൾ കൈക്കൊള്ളണമെന്നും അത് പഠിക്കണമെന്നുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ മരണത്തിൻ്റെ ഉറപ്പ്, തിരുവെഴുത്തിൻ്റെ വിശ്വാസ്യത. നമുക്ക് പഠിക്കാനുള്ള പ്രായോഗികമായ പാഠമെന്ന് പറയുന്നത്, നമ്മൾ ഈ യോസേഫിനെ പോലെ, നിക്കോദിമോസിനെ പോലെ ധൈര്യമുള്ളവരായിരിക്കുക എന്നൊരു പാഠം പഠിക്കാനായിട്ട് സാധിക്കും. ധൈര്യം നമുക്ക് എന്ത് ചെയ്യണം? വേണം. ഒരു പക്ഷെ അതുവരെയും അവര് ആരായിരുന്നിരിക്കണം? രഹസ്യ ശിഷ്യന്മാരായിരുന്നിരിക്കണം. കാരണം പരസ്യമായിട്ട് യേശുവിൻ്റെ കൂടെ അവരെ കാണുന്നില്ല. ലൂക്കോസ് പറയുന്ന, പ്രത്യേകിച്ച് കൂടെയുള്ള ആൾക്കാരുടെ പേര് പറയുമ്പോൾ ഇവരുടെ ആരുടെയും പേര് പറയുന്നില്ല. നിക്കോസിന്റെ പേര് പറയുന്നില്ല, യോസേഫിന്റെ പേര് പറയുന്നില്ല. അപ്പൊ അതുവരെയും അവരെന്തായിരുന്നു? രഹസ്യത്തിൽ യേശുവിനെ അനുഗമിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്ത ആളുകളായിരുന്നു. പക്ഷേ യേശു ക്രൂശിക്കപ്പെട്ടത് അവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ടായപ്പോൾ അവര് പരസ്യമായി യേശുവിനെ അടക്കം ചെയ്യാൻ, അവൻ്റെ ശരീരത്തെ അടക്കം ചെയ്യാനായിട്ട് അവര് തയ്യാറായി. ഇത് നമുക്കൊരു വെല്ലുവിളിയാണ്, ഒരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കുറച്ച് നാളൊക്കെ എന്ത് ചെയ്യാം? രഹസ്യമായിട്ടൊക്കെ കർത്താവിനെ സേവിച്ചു എന്ന് വന്നാലും ഒരവസരം വരുമ്പോൾ ധൈര്യമായി കർത്താവിന് വേണ്ടി ഇറങ്ങി നിൽക്കാൻ, ഞാൻ യേശുവിൻ്റെ പക്ഷത്താണ് എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. ഈ 10 കൽപ്പനകൾ കിട്ടി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തോട് പാപം ചെയ്യുന്നുണ്ട്. ഒരു വിഗ്രഹത്തെ വാർത്തുണ്ടാക്കുന്നുണ്ട്.
വാർത്തുണ്ടാക്കുന്നുണ്ട്, ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുന്നുണ്ട്. ഈ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങുകയും നാളെ ഉത്സവമാണ് എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് മോശ ഈ 10 കൽപ്പനയുമായിട്ട് കൽപ്പലകകളുമായിട്ട് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നു, ജനം ഇങ്ങനെ വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിക്കുന്നത് കണ്ടു. അദ്ദേഹം ഈ കൽപ്പലകൾ എറിഞ്ഞുടയ്ക്കുകയാണ്. എറിഞ്ഞുടച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യഹോവയുടെ പക്ഷത്ത് ആര് നിൽക്കും? യഹോവയുടെ പക്ഷത്ത് ആര് നിൽക്കും? യഹോവയുടെ പക്ഷത്ത് ആര് നിൽക്കും എന്ന ചോദ്യത്തിന്റെ മുൻപിൽ ലേവ്യ ഗോത്രം മുഴുവനായിട്ട് എന്ത് ചെയ്തു? ഈ മോശയുടെ കൂടെ നിന്നു. മോശ പറഞ്ഞു, വാളെടുത്ത് വെട്ടാൻ പറഞ്ഞു. വാളെടുത്ത് വെട്ടാനായിട്ട് പറഞ്ഞു. അപ്പൊ ഇവർ ധൈര്യം കാണിച്ചു. കുറെ പേര് എന്ത് ചെയ്തു? അന്ന് യഹോവയ്ക്ക് വേണ്ടി അവരെ കൊന്നു, അല്ലെങ്കിൽ അവരെ നിഗ്രഹിച്ചു. നമ്മുടെ കാര്യം മനസ്സിലാക്കണം, ഈ ലേവ്യ ഗോത്രം എന്ന് പറയുന്നത് ശരിക്കും അനുഗ്രഹം കിട്ടാതെ പോയൊരു ഗോത്രമാണ്. ഇപ്പം അവരുടെ പിതാവായ യാക്കോബ് മക്കളെ 12 പേരെ അനുഗ്രഹിക്കുമ്പോൾ അദ്ദേഹം രൂബേനോട് പറയുന്നു, രൂബേൻ വെള്ളം പോലെ തുളുമ്പിപ്പോകുന്നവനാണ്, അല്ലെങ്കിൽ തുളുകിപ്പോകുന്നവനാണ്, അതുകൊണ്ട് എൻ്റെ മനസ്സ് അവൻ്റെ കൂടെ ഇരിക്കത്തില്ല. ലേവിയെ കുറിച്ചും ഷിമോനെ കുറിച്ചും പറയുന്ന കാര്യം, അവര് ഈ പെട്ടെന്ന് കോപിക്കും. അതുകൊണ്ട് അവർക്കും എന്തില്ല? അനുഗ്രഹമൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഈ ലേവ്യ ഗോത്രം ശരിക്കും പറഞ്ഞാൽ പിതാവിൽ നിന്ന് അനുഗ്രഹമൊന്നും കിട്ടാതെ ശപിക്കപ്പെട്ടൊരു ഗോത്രമാണ്. പക്ഷെ ഒരവസരം കിട്ടിയപ്പോൾ അവര് ദൈവത്തിന് വേണ്ടി നിന്നു. ദൈവത്തിന് വേണ്ടി നിന്നത് കൊണ്ട് ദൈവം പറഞ്ഞു, എൻ്റെ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷകൾ ചെയ്യാൻ ഏത് ഗോത്രം മതി? ലേവ്യ ഗോത്രം മതി. അവരെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തു. അപ്പം ഈ ഒരിക്കൽ ശപിക്കപ്പെട്ടവർ, ഒരിക്കൽ അനുഗ്രഹം കിട്ടാതിരുന്നവർ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ അവസരം കിട്ടിയപ്പോൾ ആ അവസരത്തെ ഉപയോഗിച്ചത് കൊണ്ട് പിന്നീട് തലമുറയായി അവർക്ക് ദൈവത്തിന്റെ പുരോഹിതന്മാരായി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചു. ഇത് നമുക്കൊരു നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങൾ ഒരുപക്ഷെ വലുതായിരിക്കാം, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ഇനി ഒരവസരം ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ഒരവസരം കിട്ടുമ്പം ആ അവസരം നമ്മൾ മുതലെടുക്കാൻ തയ്യാറായാൽ, ഞാനുണ്ട് എന്ന് പറയാൻ തയ്യാറായാൽ, അതൊരു വഴിത്തിരിവാകും. അതൊരു അനുഗ്രഹത്തിന്റെ മുന്നോടിയായിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അത് മാറും. ലേവ്യ ഗോത്രത്തെ മാനിച്ച ദൈവം, യോസേഫിനെ മാനിച്ച ദൈവം, നിക്കോദിമോസിനെ മാനിച്ച ദൈവം നമ്മെയും എന്ത് ചെയ്യും? നമ്മെയും മാനിക്കും. അപ്പൊ നമുക്കുള്ള ഒരു പാഠം എന്ത് ചെയ്യുക? ധൈര്യം കാണിക്കുക. രണ്ടാമത്തെ പ്രായോഗിക പാഠം എന്ന് പറയുന്നത്, നമുക്ക് ഇവരെ പോലെ തന്നെ ഒരു സേവന മനോഭാവം നമുക്കുണ്ടാകണം. ഈ കല്ലറ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇവർക്ക് വലിയ പ്രയോജനം ഉണ്ടാകാത്തൊരു കാര്യമാണ്. അതായത് ഇപ്പൊ യേശു ഉയർക്കും എന്ന ധാരണയൊന്നും ആർക്കില്ല. യോസേഫിനുണ്ടാകാൻ സാധ്യതയില്ല. ഉയർത്താൽ തന്നെ വീണ്ടും തനിക്ക് കല്ലറ തിരിച്ചു കിട്ടും എന്ന ചിന്തയൊന്നുമില്ല. അപ്പൊ ഒരു കല്ലറ യേശുവിന് വേണ്ടി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മരിച്ച ആൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനം ആർക്കില്ല. യോസേഫ്, ഇപ്പൊ ഇന്ന് നമ്മൾ പറയാറുണ്ട്, യോസേഫിനോട് ആൾക്കാർ ചോദിച്ചു എന്തിനാണ് ഈ കല്ലറ ചോദിച്ചപ്പോൾ യോസേഫ് പറഞ്ഞു, only for 3 days I gave എന്നൊക്കെ പറയും. അത് നമ്മൾ ഉണ്ടാക്കി പറയുന്നതാണ്. അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ കല്ലറ കൊടുക്കുന്നത് കൊണ്ട് യോസേഫിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. അവനെ ആൾക്കാർ, കാരണം ക്രൂശിക്കപ്പെട്ട ഒരാൾക്ക് കല്ലറ കൊടുത്തത് കൊണ്ട് ഇവനെ ആരും ആദരിക്കാൻ പോകുന്നില്ല. ഇവൻ എന്തെങ്കിലും പ്രതിഫലം കിട്ടാൻ പോകുന്നുണ്ടോ? അതും ഇല്ല. യേശു ഉയർക്കും എന്ന വ്യക്തമായ വിശ്വാസം ആർക്കില്ല? യോസേഫിന് അറിയില്ല. അത്രയും വലിയ അറിവൊന്നും ആർക്കില്ല? ഇദ്ദേഹത്തിന് ഇല്ല. അപ്പം ഒരാൾക്ക് താൻ തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒന്ന് കൊടുക്കുമ്പോൾ അത് തനിക്ക് പ്രയോജനം ഒന്നും ഉണ്ടാക്കാത്തതാണ്. എന്നിട്ടും എന്ത് ചെയ്തു? അദ്ദേഹം കൊടുക്കാനായിട്ട് തയ്യാറായി. അതായത് സ്വന്തമായി ത്യാഗം സഹിച്ച്, നഷ്ടം സഹിച്ച്, പ്രയോജനമില്ലെങ്കിൽ പോലും സേവനം ചെയ്യാൻ ആര് തയ്യാറാവുകയാണ്? യോസേഫ് തയ്യാറാവുകയാണ്. ഇവിടെയും നിന്ന് നമുക്കൊരു മാതൃകയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടായില്ല എന്ന് വന്നേക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് എനിക്ക് നാളെ എന്തെങ്കിലും ഗുണമുണ്ടാക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ എങ്കിലും എന്ത് ചെയ്യുക? അത് ചെയ്യുക. ശലോമോൻ രാജാവ് പറയുന്നില്ലേ,
നിന്റെ അപ്പത്തെ വെള്ളത്തിന്റെ മേൽ എറിയുക. ഏറി എന്നാൽ കഴിയും മുൻപ് നിനക്ക് അത് തിരിച്ച് കിട്ടും. വെള്ളത്തിലെറിഞ്ഞതൊന്നും തിരിച്ചിട്ട് ചരിത്രമില്ല, അല്ലെ? ഇപ്പൊ കടലിൽ പോയി നമ്മൾ പോയി തിരമാലയിലേക്ക് എന്തെങ്കിലും എറിഞ്ഞാൽ തിരിച്ച് കിട്ടിയാലായി, അത്രയേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒഴുകുന്ന നദിയിൽ നമ്മൾ എന്തെങ്കിലും എറിഞ്ഞാൽ അത് തിരികെ കിട്ടുന്ന സംഭവമില്ല. പക്ഷെ അതൊരു തത്വമാണ്. നീ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവിടുന്ന് തന്നെ കിട്ടും എന്ന് കരുതാൻ എന്ത് ചെയ്യുക? നീ നിന്റെ നന്മകൾ ചെയ്യുക. നിനക്ക് സമയമാകുമ്പോൾ നന്മ ചെയ്യാൻ നിന്നെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പ്രയോജനമില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ കഴിയണം? ചില സഹായം ചെയ്യാൻ നമുക്ക് സാധിക്കും. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സമരായ, നിങ്ങളെ തിരിച്ചു വിളിക്കാൻ പ്രാപ്തരായ ആളുകളെ മാത്രം വിളിക്കാതെ, നിങ്ങളെ തിരിച്ചു വിളിക്കാൻ കഴിവില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും തിരിച്ചു വിളിക്കത്തില്ലാത്ത ദരിദ്രരെ പോയി വിളിക്കണം, പാവപ്പെട്ടവരെ പോയി വിളിക്കണം. അപ്പൊ അവിടെ പ്രതീക്ഷയൊന്നുമില്ല. നാളെ അവന്റെ മകന്റെ കല്യാണം വരുമ്പം, അവന്റെ മക്കളുടെ ഭാവി എന്തെങ്കിലും ഉണ്ടാകുമ്പം, അവന് വീട് വെക്കുമ്പം എന്നെയും വിളിക്കും എന്ന് പ്രതീക്ഷിക്കാനുള്ള സംഭവം അവിടെ ഇല്ല. പക്ഷെ എന്ത് ചെയ്യുക? ഇവൻ അങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നാളെ മറ്റൊരിടത്തും എന്ത് ചെയ്യും? നമുക്കൊരു അനുഗ്രഹം. അപ്പം ഈ പ്രയോജനം നമുക്കില്ലെങ്കിലും നമുക്ക് എന്തുണ്ടാകണം? സേവന മനോഭാവം ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം. കർത്താവിന് വേണ്ടി ചിലവഴിക്കാൻ ഒരുപക്ഷെ ഡെഡ് മണി ആയിട്ട് നമുക്ക് തോന്നാം, ഇത് ഉപയോഗമില്ലാണെന്ന് തോന്നാം, ഇതൊരു ഡെഡാണെന്ന് തോന്നാം, ഇത് തിരിച്ചു കിട്ടത്തില്ല എന്ന് തോന്നാം. അങ്ങനെയൊക്കെ തോന്നിയാലും നമ്മൾ എന്ത് ചെയ്യുക? കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുക. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും കർത്താവിന് കൊടുക്കുന്നത് പോലും തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ചിന്ത നമ്മൾ ആദ്യം മാറ്റണം. എനിക്ക് ഇത്രയും കൊടുക്കുവാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായും ഒരു ദൈവത്തിൻ്റെ കരുതലായി നമ്മൾ കാണണം. അടുത്ത ആഴ്ച എനിക്കിതിനേക്കാൾ കൂടുതൽ കിട്ടും എന്ന ചിന്തയിലല്ല നമ്മൾ എന്തെങ്കിലും കൊടുക്കേണ്ടത്. എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുള്ള കാര്യം, നമ്മുടെ ഞായറാഴ്ചകളിലെ സ്തോത്രകാഴ്ചയ്ക്ക് ശേഷം സ്തോത്രം ചെയ്യുന്ന ആൾക്കാർ പലരും പറയാറുണ്ട്, കർത്താവേ, അമർത്തി കുഴി കവിയുന്ന അളവ് ഞങ്ങളുടെ മടിയിൽ തരുന്നതിനായിട്ട് സ്തോത്രം. മനസ്സിലായോ? ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? ഇന്ന് ഞാൻ 10 ഇട്ടു, നാളെ എനിക്ക് അതിൻ്റെ ഇരട്ടി കിട്ടും. അല്ലെ 50 ഇട്ടു, നാളെ 100 കിട്ടും. അതിനുവേണ്ടി 50 ഇടുന്നേ. മനസ്സിലായോ? ആ ചിന്തയൊക്കെ കളയണം. ആ ചിന്തയൊക്കെ കളഞ്ഞിട്ട് എനിക്ക് ഇന്ന് ഇത്രയും കൊടുക്കാൻ പറ്റിയതിനായിട്ട് സ്തോത്രം. അടുത്ത ആഴ്ച ദൈവം തന്നാൽ ഇത് കൊടുക്കും, ഇതിനേക്കാൾ കൂടുതൽ കൊടുക്കും. തന്നിലും കുഴപ്പമൊന്നും ഇല്ല. യേശുകർത്താവ് ഒരിക്കൽ ഈ ഭണ്ഡാരത്തിനടുത്ത് ഇരിക്കുകയാണ് ദേവാലയത്തിൽ. ഒരുപാട് പേര് വന്ന് ഭണ്ഡാരത്തിനകത്തേക്ക് അവരുടെ എന്താ പറയുക, ഈ കാഴ്ചകളൊക്കെ നിക്ഷേപിക്കുന്നുണ്ട്. ഒരു സ്ത്രീ വന്നിട്ട് 2 കാശാണ് ഇട്ടത്. 2 കാശിട്ട വിധവ. യേശു കർത്താവ് പറഞ്ഞത്, മറ്റെല്ലാവരെക്കാളും കൂടുതലിട്ടത് ഈ സ്ത്രീയാണ്. കാരണം ബാക്കി എല്ലാവരും അവരുടെ ധനസമൃദ്ധിയിൽ നിന്ന് കിട്ടും. ഇവളോ അവളുടെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും കിട്ടും. തൻ്റെ കയ്യിൽ ആകെയുള്ളത് ഇതാ, അതിടാനായിട്ട് അവൾ തയ്യാറായി. ഇനി തിരിച്ച് വീട്ടിൽ പോയി അന്നം കഴിക്കണമെങ്കിൽ പണം ഉണ്ടാകണം, എങ്കിൽ അന്നം കഴിക്കാൻ പറ്റും. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോകത്തില്ല എന്നവൾ തീരുമാനിക്കുകയാണ്. ഒരു തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലല്ല. നമ്മൾ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പോലും പാടില്ല. നമ്മൾ മനഃപൂർവ്വമായി അങ്ങനെയുള്ള പ്രയോഗമൊക്കെ ഒഴിവാക്കണം. നമ്മൾ ഇട്ടുന്നൊന്നും എന്തിനല്ല, നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അല്ല. മക്കതോന്യ സഭകൾ അവരുടെ ഇല്ലായ്മയിൽ എന്ത് ചെയ്തു? മറ്റ് സഭകളെ സഹായിക്കാൻ വേണ്ടി അവർ സന്തോഷത്തോടെ എന്ത് ചെയ്തു? അത് അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഞരക്കമുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ ഞരക്കത്തിലും അവർ സന്തോഷത്തോടെ കൊടുത്തു. അപ്പോൾ നമുക്ക് അത്തരം ഒരു ചിന്ത ഉണ്ടാകണം. നമ്മൾ ഈ ഡെഡ് മണിയാണ്, പ്രയോജനമില്ല എന്നൊക്കെ കരുതി കാര്യങ്ങളെ ഇങ്ങനെ മാറ്റിവെക്കാതെ ദൈവത്തിന് വേണ്ടി പ്രയോജനമില്ല എന്ന് തോന്നിയാൽ പോലും നമ്മൾ സേവനം ചെയ്യുക, കർത്താവിന് വേണ്ടി ചിലവഴിക്കുവാൻ നമ്മൾ തയ്യാറാവുക, ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുക. അതാണ് ഈ കല്ലറയ്ക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം. എന്തായാലും അങ്ങനെ യേശുവിനെ അടക്കി വലിയ കല്ല് ഉരുട്ടി വെച്ചു. ശനിയാഴ്ച സംഭവിക്കുന്ന കാര്യം, ഈ കല്ലറ വെച്ച് കഴിഞ്ഞപ്പോൾ, കല്ലറ അടക്കിയ ശേഷം
യഹൂദന്മാര് കൂടി ഇങ്ങനെ ആലോചിച്ചു, അവൻ ജീവിച്ചിരുന്നപ്പം എന്ത് പറഞ്ഞിരുന്നു? ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇനി അവന്റെ ശിഷ്യന്മാര് പോയി അവന്റെ ശരീരമെടുത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിന് കാരണമായി തീരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഈ കല്ലറയൊന്ന് ഉറപ്പ് വരുത്തണം. നമുക്ക് വായിച്ചു നോക്കാം. മത്തായി സുവിശേഷം 27-ാം അധ്യായം 62-ാമത്തെ വാക്യം. മത്തായി 27-ന്റെ 62-ാമത്തെ വാക്യം. ഒരുക്ക നാളിന്റെ പിറ്റേ ദിവസം ആ ആ ആ അവർ ചെന്നു. അപ്പൊ ആദ്യം ഇത് ശനിയാഴ്ച ആട്ടോ, വായിച്ചിട്ട് ഒരുക്ക നാളിന്റെ പിറ്റേ ദിവസം യഹൂദന്മാര് ചെന്നു പീലാത്തോസിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, യേശു കർത്താവ്, യേശു ഇങ്ങനെ പറഞ്ഞിരുന്നു, 3 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഉയർത്ത് എഴുന്നേൽക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? 3 ദിവസത്തേക്ക് ഈ കല്ലറയൊന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാര് പോയി ആ ശരീരം മോഷ്ടിക്കും. എന്നിട്ട് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നെന്ത് ചെയ്യും? പ്രസംഗിക്കും. അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എല്ലാം കൈവിട്ട് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ കല്ലറയൊന്ന് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഞാൻ എന്ത് ചെയ്യാം? കാവൽക്കൂട്ടത്തെ തരാം. നിങ്ങൾ പോയി എന്ത് ചെയ്യാം? നിങ്ങളാൽ കഴിയുന്ന അത്രയും ഉറപ്പുവരുത്തിക്കോളാം പറഞ്ഞു. ഇപ്പൊ കാവൽക്കൂട്ടത്തെ കെട്ടി എന്ത് ചെയ്തു? അവര് പോയി മുദ്ര വെച്ചു. എന്നിട്ട് പട്ടാളത്തെ എന്ത് ചെയ്തു? കാവല് നിർത്തി. അതാണ് ശനിയാഴ്ച നടക്കുന്ന ഒരു നിശബ്ദ ദിവസമാണ് അന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവം. അപ്പൊ ഈ റോമ ഗവൺമെന്റിന്റെ മുദ്ര എന്നാണ് പലപ്പോഴും നമ്മൾ കരുതുന്നത്. അവിടെയും നമുക്കൊരു ഒരു ഹിന്റ് ഉള്ളത്, റോമ ഗവൺമെന്റ് മുദ്ര വെച്ചതായിട്ടല്ല, യഹൂദന്മാരാ മുദ്ര വെച്ചത്. പീലാത്തോസ് എന്ത് ചെയ്തേ ഉള്ളൂ? കാവൽക്കൂട്ടത്തെ കൊടുത്തതേ ഉള്ളൂ. പീലാത്തോസ് കാവൽക്കൂട്ടത്തെ കൊടുത്തു. യഹൂദന്മാരെന്ത് ചെയ്തു? ചെന്നു കല്ലിന് മുദ്ര വെച്ചു. എന്നിട്ട് കാവൽക്കൂട്ടത്തെ എന്ത് ചെയ്തു? പട്ടാളക്കാരെ അതിന് ചുറ്റും ആക്കി. അപ്പൊ യഹൂദന്മാരുടെ മുദ്രയാണ്, കാവൽക്കൂട്ടമാരുടെയാണ് പീലാത്തോസിന്റെ കാവൽക്കൂട്ടം. അല്ലെങ്കിൽ റോമ ഗവൺമെന്റിന്റെ കാവൽക്കൂട്ടവും. പീലാത്തോസ് റോമ ഒരു പരാതികാരിയാണല്ലോ, അപ്പൊ അതിന്റെ കാവൽക്കൂട്ടവുമാണ്. അങ്ങനെ ഈ പടയാളികൾ മാറി മാറി എന്ത് ചെയ്യുന്നു? ഇതിന് ചുറ്റും നടന്ന് ഇത് കാവൽ ചെയ്യുന്നു. അത് സീൽ വെച്ച് ഇരിക്കും. ഞായറാഴ്ച രാവിലെ ഉയർപ്പിന്റെ ദിവസം യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. നമുക്ക് വായിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. 10-ന്റെ 40-ാം വാക്യം. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 1 കൊരിന്ത്യർ 15-ന്റെ 3 മുതൽ 7 വരെ. 1 കൊരിന്ത്യർ 15-ന്റെ 3 മുതൽ 7 വരെ. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇനി റോമാലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. റോമാലേഖനം 1-ന്റെ 4-ാമത്തെ വാക്യം. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പൊ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഞാൻ വായിച്ചു ഈ വാക്യങ്ങളെല്ലാം. നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോഴേ നമ്മൾ മത്തായിലേക്ക് വന്നു കഴിയുമ്പോൾ 28-ന്റെ 1 വായിക്കുന്ന ഇങ്ങനെയാണ്: ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ഇനി മർക്കോസിലേക്ക് വന്നാൽ 16-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു.
കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലിയത് ആയിരുന്നു. അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ള നിലയങ്കി ധരിച്ചൊരു ബാല്യക്കാരൻ വലതുഭാഗത്ത് വിരിക്കുന്നത് കണ്ടു ഭ്രമിച്ചു. അവൻ അവരോട് ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസറേന യേശു നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെയില്ല. അവനെ വെച്ച സ്ഥലം ഇതാ. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരെ പറയുക എന്ന് പറയുന്നു. നമുക്ക് ലൂക്കോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂക്കോസിനകത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ലൂക്കോസ് വിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കുന്നു. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്തു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കൽ എത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറെ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു. ചോദ്യം എങ്ങനെയാണ്? നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുൻപേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രൻ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവർ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും വായിച്ചതിന്റെ കാരണം, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കല്ല് നീക്കിയിട്ടല്ല. കല്ല് നീക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, യേശു എന്ത് ചെയ്തിരുന്നു? അതിനു മുൻപേ, ഈ സ്ത്രീകൾ വരുന്നതിന് മുൻപ് എന്ത് ചെയ്തിരുന്നു? യേശു ഉയർത്തെഴുന്നേറ്റു. ആര് കല്ല് നീക്കും എന്ന ചിന്തയോടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്ത്രീകൾ അങ്ങോട്ട് ചെല്ലുന്നത്. ഈ സ്ത്രീകൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ മത്തായിയിൽ വായിക്കുന്ന ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ഒരു ദൂതൻ വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിൻ്റെ മേൽ ഇരുന്നു. അപ്പൊ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാർക്കും യേശുവിനെ കാണാൻ വന്ന സ്ത്രീകൾക്കും ബോധ്യമാകേണ്ടതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ കല്ല് ഉരുട്ടി മാറ്റിയത്. കല്ല് ഉരുട്ടി നീക്കിയത് ആരാണ്? ദൂതന്മാരും ആണ്. അല്ലാതെ യേശു കല്ലിനെ പൊട്ടിച്ച് കല്ലിനെ ഉരുട്ടി മാറ്റി വന്ന യേശു കല്ലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? യേശുവിനെ ഉയർത്തെഴുന്നേൽക്കാം. യേശുവിനെ ബന്ധിക്കാനായിട്ട് ഈ റോമാ ഗവൺമെന്റ് പടയാളികൾക്കോ യഹൂദന്മാര് വെച്ച മുദ്രയ്ക്കോ ആ വലിയ കല്ലിനോ സാധിക്കത്ത് ഇല്ല. പിന്നെ അവിടെ വന്നവർക്ക് ബോധ്യം വരണം. നമ്മൾ യോഹന്നാനെ വായിക്കുമ്പോൾ ശിഷ്യന്മാര് പത്രോസും യോഹന്നാനും ഓടുന്നുണ്ട് കല്ലറയ്ക്കലേക്ക്. യോഹന്നാൻ അതിവേഗത്തിൽ ഓടുകയാണ്. പക്ഷെ കല്ലറയ്ക്കലെത്തി അകത്ത് കടക്കാതെ പുറത്തു നിന്നു. കൂടെ വന്ന ശിഷ്യൻ പത്രോസ് ഓടി വന്നു, കല്ലറയ്ക്കകത്ത് കടന്നു. യേശു അവിടെ ഇല്ല എന്ന് ചെയ്തു ബോധ്യപ്പെട്ടു. അവനെ പൊതിഞ്ഞിരുന്ന അല്ലെങ്കിൽ അവന്റെ വസ്ത്രം, ആ പുതപ്പ് എന്തിരുന്നു മടക്കി ചുരുട്ടി വെച്ചിരിക്കുന്നത് അവർ കണ്ടു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന ബോധ്യം അവർക്ക് ഉണ്ടായി. അപ്പൊ നമ്മൾ ഞായറാഴ്ച കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, യേശു മരണത്തെ പരാജയപ്പെടുത്തി എന്തു ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ കല്ലറയ്ക്കൽ വരുന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്തു? കല്ല് ഉരുട്ടി മാറ്റി. അല്ലാതെ കല്ല് തടസ്സമായിരുന്നില്ല. യേശുവിന് കല്ല് തടസ്സമായിരുന്നില്ല. യേശു ഉയർത്തെഴുന്നതിന് ശേഷം വേണ്ടി ശിഷ്യന്മാരെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ശിഷ്യന്മാരെ കാണാൻ പോകുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അവർ വാതിൽ അടച്ചിരിക്കെ യേശു അവരുടെ നടുവിൽ വന്ന് നിന്നു. വാതിൽ തുറന്നു കൊടുക്കേണ്ട കാര്യമില്ല. വാതിൽ തുറന്നു കൊടുക്കാതെയും അകത്ത് വരുവാൻ കഴിയുന്ന, പുറത്തു പോകുവാൻ കഴിയുന്ന സർവശക്തനായവനാണ് യേശു. അപ്പൊ അവൻ കല്ലുരുട്ടി നീക്കിയതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. യേശു കല്ലുരുട്ടി നീക്കാൻ എന്തിരുന്നു? മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട ഈ ഞായറാഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം, അത് പറഞ്ഞ് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ട സംഭവം, യേശു കർത്താവ് തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്ത് എഴുന്നേറ്റു. മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്ത് എഴുന്നേറ്റു. അത് കണ്ട സാക്ഷികളെ കുറിച്ച് പറയുമ്പോൾ
അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി, സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി, 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി, ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അന്നേ ദിവസം യേശു കർത്താവ് തൻ്റെ ദൂതനെ കൊണ്ട് കല്ല് ഉരുട്ടി നീക്കിയിട്ട് താൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് തെളിയിച്ചു. 2, യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട്, സഹോദരന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട്, 500-ൽ പരം ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ട്, പൗലോസ് പ്രത്യക്ഷപ്പെട്ടിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ലോകത്തിന് ബോധ്യം വരുത്തി. ഇന്നും യെരുശലേമിൽ തുറക്കപ്പെട്ടൊരു കല്ലറ, അത് ക്രിസ്ത്യാനിക്ക് എന്നും തെളിവായിട്ട് അവശേഷിക്കുകയാണ്. അത് പറയുന്ന സത്യം, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റ്. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടങ്ങളിലൂടെ, പീഡകളിലൂടെ, വലിയ വേദനയിലൂടെ കടന്നുപോയി നമുക്ക് വേണ്ടി മരിച്ചു. മരണം കൊണ്ട് അവസാനിച്ചില്ല, മരണത്തെ പരാജയപ്പെടുത്തി. നമ്മൾ വായിക്കുന്നുണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. യേശു മരണത്തെ പരാജയപ്പെടുത്തി, പിശാചിനെ പരാജയപ്പെടുത്തി, മരണത്തിൻ്റെ അധികാരത്തെ പരാജയപ്പെടുത്തി. എന്നിട്ട് യേശു ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുക. ആ യേശുവിനെ വിശ്വസിക്കുന്നവരായ നമ്മളും എന്ത് ചെയ്യും? യേശു കർത്താവ് വരുമ്പോൾ നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ മരണം കാണാതെ നമ്മളും ഈ ലോകത്തിൽ നിന്ന് കർത്താവിലേക്ക് എടുക്കപ്പെടും. സ്വർഗരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവരിൽ ചിലർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് യേശു കർത്താവ് പറഞ്ഞു. അത് പറഞ്ഞിട്ട് 7 നാൾ കഴിഞ്ഞപ്പോൾ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ട് മർരൂ മലയുടെ മുകളിലേക്ക്, ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. നമ്മളതിന് മർരൂ മല എന്ന് വിളിക്കുന്നു. അവിടെ ചെന്ന ശേഷം യേശുവിൻ്റെ വസ്ത്രം ഒരു അലക്കുകാരന് വെളുപ്പിക്കുവാൻ കഴിയാത്ത വിധം വെണ്മയുള്ളതായിട്ട് തീർന്നു. മോശയും ഏലിയാവും അവൻ്റെ നിര്യാണത്തെക്കുറിച്ച് അവനോട് സംഭാഷിച്ചു. 2 വ്യക്തികളാണ് ഉള്ളത് അവിടെ, ഒന്ന് മോശ, ഒന്ന് ഏലിയാവ്. ഇത് രണ്ടും ഈ സ്വർഗരാജ്യത്തിൻ്റെ ചിത്രമാണ്. മരണം ആസ്വദിക്കുന്നതിന് മുൻപ് ദൈവരാജ്യത്തെ കാണുന്നൊരു കാഴ്ച. 2 വ്യക്തികൾ. മോശ മരണമുഖാന്തരം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ഒരാളാണ്. മോശ മരിച്ചു. ദൈവം മോശ എന്ത് ചെയ്തു? മോശ ശരീരത്തെ അടക്കം ചെയ്തു. ആ മരണമുഖാന്തരം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ വ്യക്തി എവിടെയുണ്ട്? ദൈവരാജ്യത്തിലുണ്ട്, സ്വർഗത്തിലുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. ഏലിയാവ് നമുക്കറിയാം, മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവം അവനെ എടുത്തു, അങ്ങനെ വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരും എവിടെയുണ്ട്? സ്വർഗരാജ്യത്തിൽ ഉണ്ട്. ഇങ്ങനെയുള്ളവരുണ്ടാകും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് യേശുവിൻ്റെ ഉയർപ്പ്. അവൻ യേശുവിനെ ഉയർപ്പിച്ചവൻ നമ്മളെയും എന്ത് ചെയ്യും? നമ്മളെയും ഉയർത്തും. അപ്പോൾ ഇന്ന് നമ്മൾ ജീവനോടെയുണ്ട്. ഈ സെക്കൻഡിൽ കർത്താവ് വന്നാൽ നമുക്ക് രൂപാന്തരം ഉണ്ടാകും, നമ്മൾ എടുക്കപ്പെടും, കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മെ വിട്ട് പിരിഞ്ഞു പോയവർ, അവർ മരിച്ചു, മണ്ണോട് ചേർന്നു. പക്ഷേ ആ മണ്ണിൽ നിന്ന് അവരെന്ത് ചെയ്യും? ദൈവം തിരിച്ച് അവൻ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് 9-ാം സംഗീതം 2-ാമത്തെ വാക്യം, 2-3 വാക്യം. മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കും. ഓരോ മരണവും വ്യക്തിപരമാണ്, ഇൻഡിവിജ്വലായിട്ട് ആൾക്കാർ മരിക്കുന്നത്. പക്ഷെ അവിടുന്ന് ഒരു മടങ്ങി വരവ്, മനുഷ്യപുത്രന്മാരെ എന്ന് വിളിക്കുമ്പോൾ നമ്മളെ അടക്കിയ ആ മണ്ണിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും. അതിൻ്റെ ആരംഭമായിട്ടാണ് യേശു ഉയർത്ത് എഴുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട്, മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ വരവിങ്കൽ ഒരു ഉയർപ്പ് ഉണ്ടാകും, പിന്നെ അവസാനം. അപ്പോൾ പുനരുത്ഥാനത്തിൽ ഉയർപ്പിൻ്റെ 3 ഘട്ടങ്ങൾ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അപ്പോൾ അതിൻ്റെ ഉറപ്പാണ് യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഞായറാഴ്ച രാവിലെ പകൽ ഉദിക്കുമ്പോൾ തന്നെ സ്ത്രീകൾ വന്നു നോക്കി. പക്ഷെ അതിന് മുൻപേ എന്ത് ചെയ്തിരുന്നു? യേശു ഉയർത്തെഴുന്നേറ്റ് ഇരുന്നു. കല്ലുരുട്ടി മാറ്റിയത് അവർക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ട് ആണ് യേശു മരണത്തെ ജയിച്ച് ഉയർത്ത് എഴുന്നേറ്റത്.
അപ്പോൾ ഇതോടുകൂടെ നമ്മളുടെ ക്രിസ്തുവേശുവിൻ്റെ ഭൗതിക ശുശ്രൂഷയുടെ ആ സെക്ഷൻ അവസാനിക്കുകയാണ്. 9 ദിവസങ്ങൾ, അവസാന 9 ദിവസങ്ങളിൽ യേശു കർത്താവ് താൻ രാജാവാണെന്ന് തെളിയിച്ചു. ആളുകൾക്ക് നീ ഹോശന്ന പാടി രക്ഷിക്കാനായിട്ട് പറഞ്ഞു. യേശു ആലയം ശുദ്ധീകരിച്ചു. യേശു പിന്നീട് പെസഹ ആചരിച്ചു, തിരുവത്താഴം സ്ഥാപിച്ചു. യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മരണത്തെ ജയിച്ചു, ഉയർത്തു. ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമുക്കൊരു ഉയർപ്പുണ്ടാകും, രൂപാന്തരമുണ്ടാകും എന്ന ഒരു വാഗ്ദത്തം നമുക്ക് എന്ത് ചെയ്യാം? പ്രത്യാശയോടെ ജീവിക്കാം. പ്രത്യാശയോടെ ജീവിക്കാം. എനിക്കൊരു പുനരുത്ഥാനമുണ്ട്, എനിക്കൊരു രൂപാന്തരമുണ്ട്. കാരണം എനിക്ക് വേണ്ടി യേശു മരിച്ചു, അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി യേശു ഉയർത്തെഴുന്നേറ്റു, ഇത് ജീവിക്കുന്നു, എന്നെ ചേർക്കാൻ യേശു കർത്താവ് വീണ്ടും. അപ്പോൾ ആ പ്രത്യാശയിൽ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ യേശു കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള 40 ദിവസങ്ങൾ ചിന്തിക്കും. അതിനുശേഷം കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് നമുക്ക്